ബീഫ് ഞാൻ എണ്ണ അടുപ്പിൽ വെച്ചു. കടുക് പൊട്ടി. എന്താണെന്നറിയോ, കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ച വാഴയ്ക്കാത്തൊലി അരിഞ്ഞതാണ്. അതിനകത്ത് തേങ്ങ, കാന്താരി, വെളുത്തുള്ളി, ചുവന്നുള്ളി, ചെറിയ ജീരകം എല്ലാം ചേർത്ത് ചതച്ചെടുത്താണ്. അതിന് ഇതിലേക്ക് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു. ചിപ്സ് വറുത്തതിന് ശേഷം ആ തൊലി, വാഴയ്ക്കായുടെ തൊലി എടുത്ത് വെച്ചത് കാണിച്ചായിരുന്നു. അതിനെ ഞാൻ അരിഞ്ഞ് വേവിച്ച് വെച്ചു. അരിഞ്ഞ് സ്വല്പം ഉപ്പും കൂടിയിട്ട് വേവിച്ച് വെച്ചിട്ട് ഇന്നെടുത്ത് കറി വെക്കുകയാണ് കേട്ടോ. ഇത് വൻപയറോ ചെറുപയറോ കൂടി ചേർത്ത് വെക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വൻപയർ ചേർത്താണ് വെച്ചത്. അപ്പോൾ ഒത്തിരി അങ്ങായി. പിന്നെ പിറ്റേ ദിവസമൊക്കെ വെച്ച് ചൂടാക്കി കഴിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ വേറെ ഒന്നുമില്ല, വൻപയറും ചെറുപയറും ഒന്നും ഇടാതെ ഇത് തന്നെ വെക്കാൻ നല്ല ടേസ്റ്റാണ്. ശരീരത്തിനും ഏറ്റവും നല്ലതാണ് ഇത് കേട്ടോ. വാഴയ്ക്കായുടെ തൊലി, ഏത്ത വാഴയ്ക്ക നാടൻകായാണ്. അപ്പോൾ വളമിട്ടൊന്നും ഉണ്ടാക്കിയതല്ല. അപ്പോഴേ നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിന് എന്തെല്ലാം ചേർത്തെന്നറിയാമോ? വാഴത്തൊലി അരിഞ്ഞ് വെള്ളത്തിലിട്ട് 2-3 തവണ കഴുകി വാരിയെടുക്കണം കറ പോകാൻ. അതിന് ശേഷം ഉപ്പ് ഒഴിച്ച് വേവിക്കണം. വേവിച്ചിട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിക്കണം. വേവിച്ച് കഴിഞ്ഞ് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങ, മഞ്ഞൾപ്പൊടി, കാന്താരി, വെളുത്തുള്ളി, ചുവന്നുള്ളി, അല്പം ചെറിയ ജീരകം, ഇത്രയും മഞ്ഞൾപ്പൊടിയും കൂട്ടി ചതച്ചിട്ട് ഇത് വെന്ത് വരുമ്പോൾ അതിനകത്തിട്ട് ചിക്കി ഇറക്കണം. എല്ലാം കഴിഞ്ഞ് റെഡിയായി. ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. നല്ല ടേസ്റ്റാണ്. ഇതൊക്കെയാണ് നമ്മൾ വെച്ച് കഴിക്കേണ്ടത്. ഏത്ത വാഴയ്ക്കാത്തൊലി, കാരണം നാടൻ വാഴയ്ക്കാണ്, വളമൊന്നും ഇടാത്തല്ലേ. ഇതൊക്കെയാണ് ശരീരത്തിന് ഏറ്റവും നല്ലത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് വെച്ച് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.